തയ്യൂർ യുവതരംഗം കലാകായിക സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ സിൽവർ ജൂബിലി ആഘോഷം ഫെബ്രുവരി 14 വൈകിട്ട് 5:30 നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 1997 ആരംഭിച്ച യുവതരംഗം ക്ലബ്ബ് പിന്നീട് സാംസ്കാരിക വേദിയായും ഗ്രന്ഥശാലയുമായി ഉയർത്തി പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചു. തയ്യൂർ ദേശത്തിന്റെ കലാകായിക സാംസ്കാരിക വളർച്ചയിൽ നിർണായക സ്വാധീനം ചെലുത്തിയാണ് യുവതരംഗം മുന്നോട്ടു പോകുന്നത്. വനിതകൾക്ക് തൊഴിൽ പരിശീലനം, കുട്ടികൾക്ക് കലാകായിക പരിശീലനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. സിൽവർ ജൂബിലി ആഘോഷം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ ഹരിദാസൻ ഉദ്ഘാടനം ചെയ്യും. യുവതരംഗം കലാകായിക സാംസ്കാരിക വേദി ആൻഡ് ഗ്രന്ഥശാലയുടെ സിൽവർ ജൂബിലി ആഘോഷമാണ് ഈ വരുന്ന 2026 ഫെബ്രുവരി 14 വൈകിട്ട് 5:30 ആഘോഷിക്കുന്നത്. അതായത് ചിത്രരചന, അതുപോലെ ലഹരി വിരുദ്ധ സെമിനാറുകൾ, കുട്ടികൾക്ക് കരാട്ടെ, അതുപോലെ സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനത്തിന് വേണ്ടിയിട്ട് തയ്യൽ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് വായനശാല മുന്നോട്ട് പോവുകയാണ്. അതിലുപരിയായിട്ട് ഏറ്റവും സന്തോഷമുള്ളത് 2023-24 വർഷത്തിലെ കുന്നംകുളം താലൂക്കിലെ പ്രവർത്തന ഗ്രാൻഡായിട്ടുള്ള ആ മുഴുവൻ സംഖ്യയും ഈ വായനശാലയ്ക്ക് വാങ്ങിയെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 10,000 രൂപ. ഗ്രന്ഥശാല പ്രസിഡന്റ് KR രാജീവ് അധ്യക്ഷനാകും. എഴുത്തുകാരൻ CF ജോൺ ജോഫി മുഖ്യപ്രഭാഷണം നടത്തും. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ, ബ്ലോക്ക് മെമ്പർ മഞ്ജുഷ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് NV ബിജു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ, മെമ്പർ ഷൈനി ഫ്രാൻസിസ്, നേതൃസമിതി പ്രസിഡന്റ് PR മോഹനൻ, ഗ്രന്ഥശാല സെക്രട്ടറി AL വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുക്കും. നാദസ്വര ആശാൻ സുബ്രഹ്മണ്യൻ തയ്യൂർ, കേരള സ്കൂൾ കലോത്സവത്തിൽ വയലിൻ മത്സരത്തിൽ A ഗ്രേഡ് നേടിയ അദ്വൈത് എന്നിവരെയും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളെയും ചടങ്ങിൽ ആദരിക്കും. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് KR രാജീവ്, സെക്രട്ടറി AL വിൻസെന്റ്, രക്ഷാധികാരി ഷൈനി ഫ്രാൻസിസ്, പ്രോഗ്രാം കൺവീനർ MJ ജസ്റ്റിൻ, വൈസ് പ്രസിഡന്റ് രഞ്ജു തോമസ്, ജോയിന്റ് സെക്രട്ടറി ഷീബ എന്നിവർ പങ്കെടുത്തു.